സുധാകരോ, ഈ വീട്ടിൽ ആരും ഇല്ല ചേട്ടാ? ആരും ഇല്ലേ? ഇല്ല, ഞാൻ ഇതുവരെ ആരും പുറത്തോട്ട് കണ്ടില്ല. പുറത്തോട്ട് കാണാത്തല്ല, ചിലപ്പോ ഞാൻ വരുന്ന കണ്ടപ്പോ എന്റെ തലവട്ടം കണ്ടപ്പോ പേടിച്ച് അകത്ത് കയറി കഥ അടച്ചിരിക്കുന്നതായിരിക്കും. നിങ്ങളെ കണ്ട് പേടിക്കാൻ നിങ്ങൾ ആരാ? റിപ്പറാണ്? റിപ്പറല്ല, ഞാൻ ഓണർ. ഈ വീടിന്റെ എല്ലാം ഓണർ. ഞാനിത് വാടകയ്ക്ക് കൊടുത്താണ്. അതെയാ? 4 വർഷം മുമ്പ് വാടകയ്ക്ക് കൊടുത്ത. അണ്ണ കേക്കണം, ഒരു 10 രൂപ കൂട്ടിത്തരാൻ പറഞ്ഞാൽ അവര് തരത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. ഞാനിപ്പോ കാണിച്ചു തരാം. പാമ്പ് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. പാമ്പിനെ മകുടി ഊതി വരുത്തുന്ന പോലെ നമ്പറുണ്ട്, ഇപ്പൊ കണ്ടോണം. കാണിക്കും. ആദായ വിൽപ്പന പട്ടുസാരികൾ വെറും 100 രൂപയ്ക്ക്. എന്റെ നെഞ്ചത്ത്. എന്തായി കാര്യം? ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്തായി? ഇറങ്ങണം. 3 വർഷം കൂടെ അഗ്രിമെന്റ് ഇല്ല. 3 വർഷം കൂടെ അഗ്രിമെന്റ്? ഒരു നിമിഷം ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഇറങ്ങിക്കോ. എവിടെ നിന്റെ കെട്ടിയോ? അണ്ണ ഇവിടെ ഇല്ല. അണ്ണൻ ഇവിടെ ഇല്ല. എന്നാലും പറഞ്ഞാലും വാരിക്കെട്ടി ഇറങ്ങാൻ. എന്റെ വീട്ടിൽ ഇറങ്ങത്തില്ല. നമ്പർ വേണ്ട. നീ അതൊന്നും കാണിച്ചെന്നെ ഉമ്മാക്കി കാണിച്ചെന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ല, ഇറങ്ങത്തില്ല. എന്റെ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്താതെ ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നത് പ്രശ്നമില്ല. ഇറങ്ങത്തില്ലേ? ഇല്ല. എന്നാ ഞാൻ ഇറക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഇവരെ ഞാനേ ഇറക്കാൻ പറ്റും. ഞാൻ ഇറക്കാടി, ഞാൻ ഇറക്കാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനേ ഇറക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ചേച്ചി, എടാ സുരേഷ്, നീ എന്താടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ദൈവമേ, ചേട്ടനെങ്ങാനും കണ്ടുവന്ന ഭയങ്കര സംശയ. ആർക്ക്? ചേട്ടൻ എന്നെ? അല്ല, എന്നെ അല്ല, നമ്മൾ രണ്ടുപേരെയും. അല്ലെന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇത്ര ഭയങ്കര സംശയമാണോ? മുടിഞ്ഞ സംശയമാണോ? ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംശയിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുണ്ട്. അയ്യോ, അങ്ങനെ കാര്യം ഒന്നും പറയണ്ട. ഇപ്പൊ നീ ഈ കൈ എടുത്ത് എന്റെ തോളത്തോട്ടൊന്ന് വെച്ചേ. പിന്നെ നമ്മള് തമ്മിൽ അങ്ങനെ വല്ല ഉണ്ടോ? നീ ഒന്ന് വെച്ചേ. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നാവോ ചേച്ചി? ഒന്നുമില്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കണല്ലേ. അതാണ്, എനിക്കൊന്നും തോന്നത്തില്ല. പക്ഷെ അങ്ങേര് കണ്ടു വന്നാലുണ്ട്, അങ്ങേർക്ക് തോന്നും. അതെ, അയ്യ മഹാവൃത്തികെട്ട വൃത്തികെട്ടത്. പിന്നെ ആ കൈ ഒന്ന് എടുത്ത് വെച്ചേ. നീ എന്താടാ അങ്ങനെ എടുത്ത് വയ്യടാ? ഇപ്പൊ നിനക്ക് എന്തെങ്കിലും തോന്നുവോ? എനിക്ക് അങ്ങനെ തോന്നാവോ ചേച്ചി? ഒന്നുമില്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കണല്ലേ ചേച്ചി. അതാണ്, എനിക്ക് അതുപോലെ ഒന്നും തോന്നത്തില്ലേ? തോന്നാൻ പാടില്ല. പക്ഷെ അങ്ങേര് കണ്ടു വന്നാലുണ്ടല്ലോ, സംശയം മൂത്ത് നിന്നെ എന്നെ കൊല്ലും. ഒരു വൃത്തിയുടെ സ്വഭാവമാണ് ചേച്ചി അത്. നീ എന്തോടെ 1 കിലോമീറ്റർ അപ്പുറം പോയി നിൽക്കുന്നു? ഇങ്ങോട്ട് ചേർന്ന് നിൽക്കടാ. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും തോന്നോടാ? ചേച്ചി, എനിക്കിപ്പോ ഏതാണ്ടൊക്കെ തോന്നുന്ന പോലെ ഉണ്ട് ചേച്ചി. നമ്മൾ കോവളത്താണോ ചേച്ചി നിൽക്കുന്നേ? അതെ, നിങ്ങളുടെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി വരുമെന്ന് മറ്റേ ബ്രോക്കർ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഒന്ന് പോയി പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് എഴുന്നള്ളി. വേഗം പോവാൻ നോക്കൂ. പിന്നെ വരാം, നാളെ വരാം കേട്ടോ. ഓക്കെ. അയ്യോ, തോന്നുന്നു. അയ്യോ, വേഗം എവിടെയെങ്കിലും പോടാ. ചേച്ചി, എനിക്ക് പേടിയായി കഴിഞ്ഞാൽ എക്കിള് വരും. ഞാനിപ്പോ എന്നായോ? ഈ ഒരു കാര്യം കസേരയുടെ മറവിലൂടെ വിളിച്ചു. പ്രശ്നമോ ചേച്ചി? പ്രശ്നം ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റും കാണത്തില്ല, വെട്ടവും കാണത്തില്ല. നട്ടുച്ചയ്ക്ക് വെട്ടവും വിളിച്ചു. ചേട്ടാ, എന്നാണ് നിനക്കൊരു പരിങ്ങല്? എന്തോ പരിങ്ങല്? ഞാനൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നീ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു? ഒന്ന് പാടിക്കാൻ കേക്കട്ടെ. നിർത്തിക്കേ. എന്തോ ഒരു പശപ്പശ കൊണ്ട് നീ ആ പാട്ട് സ്ലോ പിച്ചിലൊന്ന് പാടിക്കാൻ. ഞാൻ ഒന്ന് കേക്കട്ടെ. ചേട്ടായി, സുരേഷ് എന്തിനാണ് ഇവിടെ വന്നത്? അയ്യോ, അത് നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം പറയാനായിട്ട് ഓടി വന്നതാ. എന്നിട്ട് അവൻ എന്തിനാണ് പാത്തിരുന്നത്? പേടിച്ചിട്ട്. ഞാൻ പേടിക്കാൻ? ഞാൻ എന്നാ സിംഹമാണോ? അയ്യോ, എനിക്കറിയാവോ? അയ്യോ, സ്വാമി. സ്വാമി എന്താ? അയ്യോ, സ്വാമി. പറയൂ മകളെ. ഈ
ശബ്ദം ഞാൻ എവിടോ കേട്ടിട്ടുണ്ടല്ലോ. കേൾക്കാൻ വഴിയില്ല. ഞാൻ ഹിമാലയത്തിൽ നിന്നും വരുന്നു. വിമാനത്തിൽ നിന്ന് വരുവാ? വിമാനത്തിൽ നിന്നല്ല, ഹിമാലയത്തിൽ നിന്നും വരുന്നു. ഹിമാലയത്തിൽ നിന്ന് നടന്നാണോ ഇത്ര ദൂരം വന്നേ? പിന്നല്ലാണ്ട് ഹിമാലയത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു വക സാധനമില്ല. വിശന്നിട്ട് എന്റെ അണ്ടം പൊട്ടിട്ട് 2 പൊറോട്ട നിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഓടി വരുവായിരുന്നേ. ഏത് ഹിമാലയത്തിന്റെ കാര്യമായി പറയുന്നേ? അതാണ്ട് ഹോട്ടൽ ഹിമാലയ. പൊറോട്ടയും കേട്ടിട്ട് വരുവാണോ? പറ സ്വാമി. പറയാം മകളെ, ഞാൻ ജ്ഞാനത്തിൽ കണ്ട അതേ ഭവനം. ചാണകത്തിൽ കണ്ട അതേ ഭവനോ? ചാണകത്തിലല്ല, ജ്ഞാനത്തിൽ കണ്ട അതേ ഭവനം. ഇന്ന് വെളുപ്പിന് എനിക്കൊരു ബോധോദയം ഉണ്ടായി. അപ്പൊ ഇന്നലെ നല്ല ഹീറായിരുന്നല്ലയോ? ഒന്നും വിചാരിക്കല്ലേ സ്വാമി, ഒരു പൊട്ടനാ. ഹിമാലയ സാനുക്കളിൽ ഞാൻ 10 വർഷമായി ഇങ്ങനെ ഒറ്റക്കാലിൽ തപസ് ചെയ്യുമായിരുന്നു. 10 വർഷം ഒറ്റക്കാലം തപസ് ചെയ്തു? അതെ. അപ്പൊ ഈ കാല് കഴിക്കുമ്പോ എന്നാ ചെയ്യും? ഈ കാല് കഴിക്കുമ്പോ ഈ കാല് വെക്കും. അപ്പൊ ഈ കാല് കഴിക്കുമ്പോഴോ? അപ്പൊ ഈ കാല് വെക്കും. അപ്പൊ 2 കാലം കഴിക്കുമ്പോഴോ? സ്റ്റൂളിട്ടിരിക്കും. ഈ യൂറിക് ആസിഡിന്റെ ചെറിയൊരു അസുഖമുണ്ട്, അതുകൊണ്ടാ. മകനെ, ഞാൻ എല്ലാം ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നു. എന്നാ കാണുന്നു? മാറി നിൽക്കണേ അങ്ങോട്ട്. ഒരു കാര്യം ഞാൻ പറയാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ട ആ ജ്ഞാനദൃഷ്ടി ഞാൻ കുത്തി. അതല്ല മകനെ, നിങ്ങളുടെ ഈ ഭവനത്തിൽ ഒരു പോക്കുവരവിന്റെ ശല്യമില്ലേ? പോക്കുവരവ് നടത്താൻ എന്ന വില്ലേജ് ഓഫീസ് ആണോ? അതല്ല ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിച്ചാത്തന്റെ ആക്രമണം ഇല്ലേന്ന്. അയ്യോ ഉണ്ട്. കണ്ടോ, ഞാൻ ഒരു നല്ല കുട്ടിച്ചാത്ത ഇവിടെ വന്നു പോകാറുണ്ട്. ഹൗസ് ഓണർ എപ്പോഴും നാറി അവന്റെ മോന്ത കണ്ട കാർത്തിക്ക് കുപ്പാൻ തോന്നി. അവനെ കൊല്ല എന്തെങ്കിലും. കൊല്ലണ്ട. ഞാൻ അതിന് വേറൊരു പരിഹാരം തരാം. നിങ്ങൾ ഈ ഭവനത്തിൽ നിന്ന് മാറി മറ്റൊരു ഭവനത്തിലേക്ക് പോകണം. എന്താലേ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകത്തു. നടപടിയുള്ള കേസ് കേട്ടല്ല, ഞങ്ങൾ ഇവിടുന്ന് മാറത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭവനത്തിൽ നിന്ന് മാറിയാലേ നിങ്ങളുടെ ഭവനത്തിൽ ശാന്തി ഉണ്ടാവുള്ളൂ. ശാന്തി എവിടെ പോയാലും അവിടെ ശാന്തി ഉണ്ടാകത്തില്ല. ശാന്തി വരും. ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ഉള്ളിടത്തോളം കാലം ശാന്തി വരത്തില്ല. നിങ്ങൾ വേറെ വീട്ടിൽ പോയാൽ ശാന്തി വരും. ഞാൻ പറഞ്ഞുതരാം എന്നാ കാര്യം. ഞാൻ ഈ ശാന്തിയോട് സംസാരിച്ചായിരുന്നേ. അവള് വീട്ടിൽ വരത്തില്ല, ലോഡ്ജ് റൂം എടുക്കുന്ന അവൾക്ക് താല്പര്യം. അതുകൊണ്ട് മകളെ, ഈ ഭവനത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറി താമസിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടാരടക്കേണ്ട അസുഖം വന്ന് ചീഞ്ഞളിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് പൊക്കോ. അങ്ങനെ മാറാൻ പറ്റത്തില്ല സ്വാമി. ഞങ്ങളുടെ മോടെ കല്യാണം നടത്തണം. അത് നടത്താൻ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ആ ഹൗസ് ഓണർ അവസ്ഥ ഒന്ന് ആലോചിച്ച് കഷ്ടപ്പാടൊന്ന് മാറി കൊടുക്കുക. നടക്കത്തില്ല, പോകത്തില്ല ഞങ്ങള്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? എന്നാലല്ലേ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ശാന്തിയും വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു സ്വാമിയെ, ഞാൻ പറഞ്ഞില്ലേ? അല്ല, അത് തന്നെയല്ലേ കേസ് കേട്ടെ. ആ ഹൗസ് ഓണർ കണാപ്പനുണ്ടല്ലോ, ഒരു ദിവസം വന്നിട്ട് എന്റെ പെണ്ണുമ്പിള്ളെ കയറി പിടിച്ചു. ഞാൻ എപ്പോഴാണ് എന്റെ ഭാര്യയെ പിടിച്ചത്? സ്വാമി കീമി എടാ, ഞാനുണ്ടല്ലോ, ഞാൻ ഈ വേഷത്തിൽ കാഷായ വസ്ത്രത്തിൽ വരെ വന്ന് ഞാൻ മര്യാദക്ക് കെട്ടിയവനും കൂടെ ഇറങ്ങിക്കോളാം ഇപ്പൊ. അത് ശരി. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ആയിരിക്കും വേഷം മാറി വന്നെന്ന്. എവിടെ വരെ പോന്നറിയാനാ ഞാൻ. ഇറങ്ങാൻ സൗകര്യം ഇറങ്ങത്തില്ല. തനിക്ക് ഇറക്കാമെങ്കിൽ ഇറക്കിക്കോ അങ്ങോട്ട്. ഒരു രക്ഷയില്ല. പറഞ്ഞു കണ്ടോ? കേട്ട് എല്ലാം കണ്ടോണ്ടിരിക്കില്ല. എന്തൊരു മാർഗം ലോ ആയിട്ട് പോയെങ്കിലേ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ ലോയിലേക്ക് പോകാനോ? ഹൈ ആയിട്ട് വേണ്ടേ നമുക്ക് പോകാൻ? അയ്യോ, അതല്ല, നിയമപരമായി പോയെങ്കിലേ കാര്യങ്ങൾ നടക്കും. ആരെങ്കിലും ഉണ്ടോ കസ്റ്റഡിയിൽ? ആരെങ്കിലും ഉണ്ടോ? സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ ഒരു സുഹൃത്തുണ്ട്, എസ്.ഐ ആണ്, ഇവിടുത്തെ ഇപ്പൊ തലമാറി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്നെ നെൽസണ ഒന്ന് വിളിച്ച് പറയാം. ഞാൻ വിളിച്ച് സംസാരിക്കാം. കുഴപ്പമില്ല, സങ്കടം എനിക്ക് നമുക്ക് മനസ്സിലാവൂല. അറിയാം. പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എല്ലാവരും വന്നിട്ട് പറഞ്ഞിട്ട് അവൻ ഭയങ്കര മാറ്റിക്കൊള്ളും. ഒന്ന് വിളിച്ച് പറയണേ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഞാൻ എന്റേതായ വഴി കൂടെ ഒന്ന് നോക്കണം. ഓക്കെയാണ്. ഞാൻ താമസിക്കൂട്ടോ. പോയിട്ട് വരാട്ടാ സുധാകരൻ, ഞാൻ കാണിച്ചു തരാം നിന്നെ. ഹലോ വീട്ടുകാരെ, ആരുമില്ല ഇവിടെ? ആരാന്ന് ചോദിച്ചില്ലയോ? ഞാനാ മൂന്നാനെ കൊണ്ടുവരെ ഇവന്നെ കോമഡി മസാല പോയിട്ട് വരുവാന്നോ? അയ്യോ അതല്ല, ദല്ലാളാന്ന്. ദല്ലാള് തല്ലാനാന്നോ? എന്നാ വാടാ, ഒരു കൈ നോക്കാം. വാ. ബ്രോക്കറാന്ന് ഇയാൾ എന്തൊക്കെയാ പറയണേ? എടി, നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞ് ബ്രോക്കർ ചെറുക്കനെ കൊണ്ട് വന്നിരിക്കുന്നത്. അയ്യോ, വരാൻ പറ. ഇങ്ങോട്ട് വന്നോളൂക. വന്നോട്ടെ. വാ. നമസ്കാരം. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. അല്ല, പിന്നെ തന്നെ വന്നോളൂ, ചെറുക്കനെ കൊണ്ടുവന്നില്ലയോ? ചെക്ക പുറത്താ. അയ്യോ, വിദേശത്ത് നിന്നൊക്കെ വന്നിട്ട് ഇനി എപ്പോ കല്യാണം നടത്താനാ? വിദേശത്തല്ല, ചെറുക്കൻ അല്പം നാണമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഈ ഇതിന്റെ പുറത്തൊരു കല്ല് മറ്റേ അലക്കലുണ്ടല്ലോ, അതിന്റെ പുറത്ത് കയറി ഇരിക്കുവാന്ന് പറഞ്ഞതാ. വിളിക്കട്ടെ? വിളിക്കാൻ പറ്റേ. ഞാൻ ചെറുക്കനെ വിളിക്കുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ? എന്താ? ഞാൻ ചെറുക്കനെ കുറച്ച് ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് സംഭവം? ചെറുക്കൻ സുന്ദരനായിരിക്കണം. ആണല്ലോ. സുമുഖനായിരിക്കണം. അറിയാനില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞവനായിരിക്കണം. തറവാടിത്തോളം ചെറുക്കൻ ആണോ? എന്നാ പിന്നെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിളിക്കട്ടെ? മോനെ പ്രകാശ,
ഇങ്ങ പോരെ വാ. ഇതെന്നാ കണ്ടംപൂച്ച ഉടുപ്പ് ഇട്ടോണ്ട് വന്നേക്കുവാ. ഇവന്റെ പേരെന്തോന്നാ പറഞ്ഞത്? പ്രകാശ്. എന്നിട്ട് ഒട്ടും പ്രകാശമില്ലല്ലോ, മൊത്തം ഇരുട്ടാണല്ലോ. ഇതെന്നാ ചന്തിക്ക് തല്ലി കളിക്കുന്നേ? അതെ ചെറുക്കനെ ഒരു വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള ഒരു ചെറുക്കനാണല്ലോ. അപ്പൊ ആ കല്ലിന്റെ പുറത്ത് നിന്നപ്പോ പൊടി പറ്റിയിരുന്നു, അത് തട്ടിക്കളഞ്ഞതാ. എവിടെ ചെന്നാലും തനിക്കുണം കാണിച്ചോളൂ കേട്ടോ. അയ്യോ ഇതെന്നാ പറ്റി? അതാരാ അത്? നീ പോടർക്ക. ഹൗസ് ഓണറാ, മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പണിയാൻ നിൽക്കുന്നവനെ. ആണോ? പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നമില്ല. അയ്യോ ചെറുക്കന്റെ ചെറുക്കന്നാ പറ്റി പ്ലാസ്റ്റർ ഒട്ടിച്ചോണ്ട് വന്നേക്കുന്നു. പ്ലാസ്റ്ററോ? വരുന്നവരെ ഉണ്ടായില്ലല്ലോ. അയ്യോ പ്ലാസ്റ്റർ ചെറുക്കൻ ചിരിച്ചതാ. പ്രകാശ എടാ ഈ ഷർട്ട് ഊരിട്ട് നീ എവിടെ പോടാ? ഒന്ന് ചിരിച്ചടാ. ആ ഇവിടെ ഉണ്ട്. ചെക്കൻ വലിയ ഇല്ലത്തുള്ള ആളാ. കരിക്കാശ്ശേരി ഇല്ലത്തെ ആയിരിക്കും അല്ലയോ? എങ്ങനെ മനസ്സിലായി? അല്ല കരിഞ്ഞുണങ്ങി ഇരിക്കുന്നോണ്ട് പറഞ്ഞതാ. അതെന്റെ കുഴപ്പം കണ്ടല്ല. അൽ ദലാമത്ത് ഖിറാബത്ത് കസ്വലാഹ. നിർമ്മാണത്തിലെ പാകപ്പിഴകൾ. അറബി ഇവനോ? ഇവനല്ല ഇപ്പൊ പറഞ്ഞത് അല്ലേടാ. ഭയങ്കര തിരക്കുള്ള പുള്ളിയാന്നേ. അതെ ഭയങ്കര തിരക്കാ. നിന്ന് സമയമില്ല. ഭയങ്കര തിരക്കാണോ? എന്നാ ശരി പൊക്ക, പിന്നെ വന്നാ മതി. അയ്യോ അത് പറ്റില്ല, പെണ്ണിനെ കണ്ടില്ലല്ലോ. ആ അത് ശരിയാ, പെണ്ണിനെ കണ്ടില്ലല്ലോ. പെണ്ണിനെ കണ്ടില്ലേ? ഹലോ 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 എന്നാളിയാ? നീ പോടാ തേങ്ങ തലയാണ്. ഞാൻ എന്തെങ്കിലും കാണിക്കാം. നീ പോ. ഹൗസ് ഓണർ അവനെ മൈൻഡ് ചെയ്യണ്ട. പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. അപ്പൊ ചെറുക്കൻ എങ്ങനെ ഉണ്ട്? അതിന് അഭിപ്രായം കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ആൾക്കാർ വരുമ്പോ ആവശ്യമില്ലാത്ത പാട്ടിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലോ കേട്ടോ. ഞാൻ എന്റെ വീട്ടിൽ പാട്ടിടും, ചിലപ്പോ കഥാപ്രസംഗം കൊടുക്കും. നിനക്ക് ആവശ്യമില്ലെങ്കിൽ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങി പോകാൻ സൗകര്യമില്ല. നീ പോടാ. കഴിയട്ടെ, നിന്നെ ഞാൻ കണ്ടോളാം കേട്ടോ. ഇങ്ങനെ വന്നേ. വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നമില്ലെന്നേ. കാര്യങ്ങൾ കൊണ്ട് നടത്താം. അപ്പൊ ചെറുക്കന്റെ അച്ഛൻ എന്നാ ജോലി? ഫോറസ്റ്റിലാ. കാട്ടുമൂപ്പനായിരിക്കും. കാര്യം അടങ്ങിയിരിക്കണം കേട്ടോ. കാര്യങ്ങളെന്ന് പറയുമ്പോഴേ ഈ സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? നിങ്ങൾ പറ, നിങ്ങൾ എന്ത് കൊടുക്കും ചെറുക്കന്? ഇവന്റെ നിപ്പും പടുതിയും കെട്ടിട്ട് വേണ്ടി ചെബുക്കല്ല് തീർത്തൊരെണ്ണം കൊടുക്കാനാ. അതെ ഞാൻ ചെറുക്കനോട് സംസാരിക്കട്ടെ. എന്ത് കിട്ടും നോക്കട്ടെ. ഇറങ്ങി വന്നടാ. നിനക്ക് പ്രത്യേകിച്ച് വല്ല ഡിമാൻഡ് വല്ലതും ഉണ്ടോ? മൂന്നാനെ ഈ നിപ്പില് എനിക്ക് എന്നാ കിട്ടും? ഈ നിപ്പില് നിനക്ക് ഒരു 500 രൂപ കിട്ടും. എന്നാ വർത്താനം മൂന്നാനെ പറയണേ? ഞാൻ ഈ ടെക്കണ ഷർട്ടിനുണ്ടല്ലോ 500 രൂപ. ഷട്ടിലെ വില ഞാൻ പറഞ്ഞ, അല്ലാണ്ട് നിനക്ക് എന്ത് വീണാക്കി കിട്ടാ? പറഞ്ഞ് മേടിച്ചെത്തിയ അതെ ചെറുക്കൻ അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല. ഞാൻ ഒരുപാട് കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു ചെറുക്കനെ വെച്ച് എന്റെ അഭിപ്രായത്തിൽ ഒരു കണ്ണു അടച്ച് ഒരു 50 പവനും ഒരു ഓടിക്കാറും കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കണ്ണടച്ച് കൊടുക്കുമായിരിക്കും, പക്ഷെ കണ്ണ് തുറന്ന 10 പൈസ കിട്ടില്ലേ ഈ പട്ടിക്ക്. ഇറങ്ങി പോടായിരുന്നു വീട്ടിൽ. ആവശ്യമില്ലാതെ ഇവിടെ എന്നോട് പറയാവുന്ന. നീ പോണർക്ക. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. അതെ നിങ്ങൾ തന്നെ പറ, ചെറുക്കന് നിങ്ങൾ എന്ത് കൊടുക്കും? അല്ല നിങ്ങൾ എടാ പ്രാന്ത, ഒരു കാര്യം ഞാൻ പറയാം, നീ എന്റെ കൈ മേടിക്കും കേട്ടോ. എന്നാ വിലക്ക് കൊടുക്കും? എന്തുവാ നിന്റെ ഈ പേട്ട് കൈ? അല്ല അപ്പുറത്തെ ഹൗസ് ഓണർ ചുമ്മാ കിടന്ന് ശല്യം ഉണ്ടാക്കുവാ. ശല്യമാ, കൾച്ചറില്ലാത്ത അന്തസ്സില്ലാത്ത ഫാമിലി. അന്തസ്സില്ലാത്ത ഫാമിലി ഇവന്റെ കൂട്ടല്ല. ഞാൻ നല്ല അന്തസ്സുള്ള ഫാമിലിയിലുള്ളവരാ. അതാ എന്നെ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നല്ല കെട്ടപ്പാ. നല്ല എസ്ഐയുടെ ഒരു പവർ ഇല്ലയോ? പവറാ. എന്റെ പെണ്ണുമ്പിള്ളെ കണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വന്നാ നിന്റെ കഥ കഴിക്കും കേട്ടോ. പിന്നെ കഥ കഴിക്കുന്ന വെള്ളം പോകുമ്പോ എന്റെ കഥ അവിടെ പിടിപ്പിച്ചു വെച്ചിട്ട് പോകണം. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. നമുക്ക് കാര്യങ്ങൾ പെണ്ണിനെ വിളിക്കാൻ പറ. മുട്ടിരിക്കണല്ലേടാ. പെണ്ണിനെ വിളിക്കാൻ പറ. പെണ്ണിനെ വിളിക്കാനായിട്ടെ. പെണ്ണിനെ മോളെ വിളിക്കേ. മോളെ ചായ എടുത്തേ കേട്ടോ. അടിപൊളി. എന്തായി കാണിക്കുന്നത്? ചായ കുടിക്കേ, ചായ കുടിക്കേ. ആവേശത്തില് ആയിക്കോട്ടെ മൂന്നാനെ, ഏതായാലും സന്തോഷമായി കേട്ടോ. എത്ര കല്യാണാലോചനകൾ വന്നാന്നറിയാമോ? ഒന്നും നടന്നില്ല.
വരുന്നവരല്ലോ ഇങ്ങനെ ചായം കുടിച്ച് എമ്പക്കം വിട്ടിട്ട് അങ്ങ് പോകുന്നു, ഒരു ഉറപ്പുമില്ലാതെ. അയ്യോ മോനോടല്ല, മോൻ കഴിച്ചോ കേട്ടോ, മോൻ കുടിച്ചോ. മോനോടല്ല, കൊള്ളിച്ചു പറഞ്ഞാൽ തോന്നി അതോ മോനോടല്ല, ഈ കൂടെ വരുന്ന എല്ലാ പന്നപ്പട്ടികളുണ്ട്. ആ ഏലത്തിന് തിന്നിട്ട് എമ്പക്കം വിട്ടിട്ട് പിന്നെ ഈ വഴിക്ക് കയറത്തില്ല. ശരിയാ, കറക്റ്റ് അത്. അല്ല മൂന്നാനോടല്ല. മനസ്സിലായി. ആയിക്കോട്ടെ. പിന്നെ നമ്മള് ഈ പെണ്ണും ചെറുക്കനും ഒക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ഈ കല്യാണം എന്ന് നടത്താവുന്നൊരു ഡേറ്റ് ഒന്ന് തീരുമാനിക്കണല്ലോ. നിങ്ങളെല്ലാം ഒന്ന് തീരുമാനിച്ചോ എന്താന്ന് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് നടത്താം. നമുക്കൊരു കാര്യം ചെയ്യാം, കല്യാണം മകരത്തിൽ നടത്തിയാലോ? പറ്റത്തില്ല. തിരക്കാ, ഭയങ്കര തിരക്കാ. എന്നാ പിന്നെ ചിങ്ങത്തിലാകാം. അയ്യോ, ചിക്കൻ പറ്റത്തില്ല. തിരക്കൂട് തിരക്കാ. പറ്റത്തില്ല, തിരക്കാന്ന്. പിന്നുള്ളത് കന്നിമാസമാണ്. ആ, കന്നിമാസത്തിലാണ് എനിക്ക് ഒരു തിരക്കുമില്ല, കുഴപ്പമില്ല. കന്യമാസത്തിൽ എല്ലാ പട്ടിക്കും തിരക്കാ, ഈ പട്ടിക്ക് മാത്രം ഒരു തിരക്ക്. എന്നാ പറഞ്ഞേ? കന്യമാസം നടത്താന്നാ പറഞ്ഞേ. മിണ്ടണം. മുള്ളനെ പോയി മുള്ളിട്ട് മജല്. അതല്ല, പെണ്ണിനോട് മിണ്ടണം. മിണ്ടണോന്നാണ്. അതെ, ഇവര് ന്യൂ ജനറേഷൻ പിള്ളേരാണല്ലോ. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് മിണ്ടിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് മാറി നിന്നാല്. അപ്പൊ ഞാനോ? ആ വാ. അതെ, പേരെന്നാ? മായ. ചേട്ടന്റെ പേരെന്താ? മഴക്കാറുണ്ടോ? കാലാവസ്ഥയുടെ ആയിരിക്കും അല്ലെ മഴ ചാറിയത്? അതല്ല, എന്റെ പേര് പറയുമ്പോ അങ്ങനെയാ, കാലാവസ്ഥയുടെ അല്ല, കാലാവസ്ഥയുടെ അല്ല, എന്റെ പേരിന്റെയാ. എന്താ പേരെന്താ? പ്രകാശ്. ഓ ശരിയാ, പേരിന്റെയാ. എല്ലാരും പറയും. അതെ, ഞാൻ പിന്നെ എനിക്ക് എന്നാ പറയണ്ടെന്ന് അറിയാൻ പാടില്ല. എന്താ ചേട്ടാ നിലത്തെന്തി വരച്ചു കൂട്ടുന്നേ? കുളം വരച്ചതാ. സാധാരണ എല്ലാരും കളവല്ലേ വരക്കുന്നത്, ചേട്ടൻ എന്താ കുളം വരക്കുന്നേ? കള ഉദ്ദേശിച്ച, പക്ഷെ വരച്ചു വന്നപ്പോ കുളമായി പോയി. അതെ, പെണ്ണിന് എന്നെ ഇഷ്ടായോ? ഒരു കാര്യം പറയാം, ദൈവത്തോട് ഊതിരയിക്കരുത് പ്ലീസ്. എങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. നീ ഒന്ന് പോടാ തേങ്ങ പോറാ. ഞാൻ എന്റെ വീട്ടിൽ പല പാട്ട് വിടും, ഇറങ്ങി പോടാ. ശല്യക്കാരനല്ലേ? അല്ല, അയൽവക്കക്കാരനാ. അതെ, പിന്നെ ഞാൻ എന്തായാലും പെണ്ണിനെ കെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. ചേട്ടന്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാ, സ്നേഹമുള്ളവരാണോ? ഒരു കാര്യം ഞാൻ പറയാം, 21ാമത്തെ വയസ്സിൽ തുടങ്ങിയ പെണ്ണുകാരില്ല, നല്ല പ്രായം എടുത്ത് മൊത്തം ഡൈ അറിയാവോ. ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും, എങ്ങനെയും കെട്ടിക്കൊണ്ട് കൊണ്ടുവരണം പ്ലീസ്, കേട്ടോ? ഊതിരിക്കരുത്, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഹണിമൂണിന് നമുക്ക് എവിടെ പോകാൻ ആഗ്രഹം? ഊട്ടിക്ക് പോയാലോ? അയ്യോ, ഊട്ടി വേണ്ട ചേട്ടാ. ഞാൻ ഊട്ടിക്ക് നേരത്തെ ഹണിമൂണിന് പോയിട്ട്. അയ്യോ ഇല്ല. അല്ല, എന്നാ ഗോവയ്ക്ക് ആയാലോ? ഗോവ വേണ്ട, ഗോവ വേണ്ട. ഈ പെണ്ണൊരത്തിലും അടുക്കണില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, പെണ്ണ് തന്നെ പറ, എങ്ങോട്ടാ പോകണ്ടേ? നമുക്ക് ചിറാപ്പുഞ്ചിയിൽ പോയാലോ? എവിടെ? ചിറാപ്പുഞ്ചി. കുടുംബജീവിതം അങ്ങനെ ആവായിരുന്ന മതിയായിരുന്നു. സാരില്ല, നമുക്ക് അങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്യാം. നീയാണപ്പം ഇവിടെ വാടക കൊടുക്കാതെ താമസിക്കുന്നല്ല? അയ്യോ, ഞാൻ പെണ്ണ് കാണാൻ വന്ന ആളാ, പെണ്ണ് കാണാൻ വന്ന ആളാ. ഇല്ല, മൂന്നാനാ ഓടിക്കോ, അടി വന്നുണ്ട്, ഓടിക്കോ. ആടാ നീ, ആടാ നീ. മൂന്നാൻ. ഒന്നാമൻ, മൂന്നാമൻ, രണ്ടാമൻ പറ. സാറല്ലേ രണ്ടാമൻ? ശരിയല്ലേ? സാറേ, നീ ആടാ. ഞാൻ മറ്റേ നെൽസണ്ണൻ പറഞ്ഞിട്ട് വന്ന ആളാ. മറ്റേ നിന്റെയാണോ പ്രശ്നം? എന്റെ സാറേ. ഇവിടെ ആളോടെ സുധാകരൻ അവരെ ഇറക്കിവിടും സാറേ. മിന്നൽ ചന്ദ്രൻ 10 മിനിറ്റ് സമയം തരും, കൂടും കുടുക്കെ എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങാൻ വിടുന്നു. അല്ല, ഞങ്ങൾ 2 വർഷത്തേക്ക് എങ്കിലും കാര്യമൊന്നും എനിക്കറിയണ്ട. കളാണെന്ന് പറയാ, ഇറങ്ങാൻ വിടും. അല്ല ഞങ്ങള് അയ്യോ സാറേ, ഞങ്ങളുടെ മകളുടെ കല്യാണം ഒന്നും ചുമ്മാ നടത്തിയിട്ടില്ല. കണ്ടവന്റെ വീട്ടിൽ വെച്ചാൽ കല്യാണം അവിടെ എന്തൊക്കെ നടത്തണം. എന്റെ കയ്യിൽ നിന്ന് തൊഴിമാനിക്കാതെ ഇറങ്ങി ഇപ്പൊ ഇറങ്ങി. പിന്നെ ഇറങ്ങാം. ഇപ്പോൾ ഞാനാ സാധനമൊക്കെ പിന്നെടുക്കാൻ സാറേ. സാറിപ്പോ വന്ന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പറഞ്ഞായിരുന്നു സാറേ, അവര് ഇപ്പൊ വർഷങ്ങളായിട്ട് ഒരു വാടക തരാതെ ഇവിടെ കിടക്കും. സാറൊന്ന് പറഞ്ഞേ, ഇത് കണ്ണും പൂട്ടിപ്പോയ ഒരു 10,000 രൂപ വാടക കിട്ടത്തില്ലേ? അതൊന്നും അല്ലൊരു പക്ഷേ. അതെ, ഞാനിപ്പോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നേ ഉള്ളൂ. കോട്ടേഴ്സും കാര്യങ്ങളൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോ അങ്ങനെയാണെങ്കിലേ ഞാൻ ഇവിടെ താമസിക്കുന്നില്ല. എന്താണ് അഭിപ്രായം? എനിക്ക് എന്റെ അഭിപ്രായ വ്യത്യാസം ഇങ്ങോട്ട് വരുമ്പോ പിന്നെ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നാളെ വൈകുന്നേരം ഞാനും എന്റെ ഫാമിലി ആയിട്ട് ഇങ്ങെത്തും. സാർ ധൈര്യമായിട്ട് പോരെ. അപ്പൊ ബാക്കിയെല്ലാം കാര്യങ്ങൾ പറഞ്ഞു നാളെ വൈകുന്നേരം. ഓക്കെ, സന്തോഷം. ഓ, സമാധാനം വൈകാലം വരെ. സന്തോഷമായി കേട്ടോ. സാറിനെ വിളിച്ച് പറഞ്ഞല്ലോ, സന്തോഷമായി. ഇനി അനുഭവിച്ചോളൂ. നീ എന്തിനു മണ്ടത്തിലൂടെ കാണിച്ചത്? അതിനാ ചേട്ടാ
നീ എന്തിനാണ് അദ്ദേഹത്തിന് വാടക കൊടുത്തത്? അല്ല പോലീസുകാരൻ ഒരാൾ ഇവിടെ താമസിക്കുവാണെങ്കിൽ നമുക്ക് പേടിക്കും വേണ്ട, വാടക കൃത്യമായിട്ട് കിട്ടും. അവന്റെ സ്വഭാവം നിനക്കറിയാവോ? എന്തില്ല 5 പൈസ വാടക എന്ന് പറയുന്നത് അവന് ദേഷ്യമാണ്. മാത്രമല്ല 5 പൈസ ഒരു മനുഷ്യന് കൊടുക്കാത്തവനാണ്. അത് മാത്രമല്ല 5 പൈസ വാടക കൊടുക്കത്തില്ല. ഇനി ഒരു 10 വർഷത്തേക്ക് അവൻ ഇവിടുന്ന് സ്ഥലമാറ്റവും ഇല്ല. 10 വർഷം കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്തിന് ആന മണ്ടത്തിലൂടെ നീ കാണിച്ചത്? അപ്പൊ എന്റെ കാര്യം ഗോപി